ഹലോ യൂട്യൂബ്, സമയം ഇപ്പോൾ 5 മണിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോവാം. ഇപ്പോൾ കൊച്ചി ലുലു മാൾ വരെ പോവാം. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാം. റൂമിൽ കുറച്ച് നേരം ബോറടിച്ചു. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുക്കാം. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്ന ഒരു പാർക്കാണ്. ഞാൻ ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട് ഈവനിങ് ടൈമിൽ. കൊതുകടി കാരണം ഞാനിപ്പോൾ അങ്ങനെ പോകാറില്ല അങ്ങോട്ട്. അങ്ങനെ നീണ്ട യാത്രകൾ ശേഷം നമ്മളങ്ങനെ ലുലു മാളിൽ തിരികെയാണ്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ വടംവലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓണപ്പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അത് കണ്ടു നിന്നു. പിന്നെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈപ്പർ പോയി. ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനൊക്കെ പോയിട്ട് ചോക്ലേറ്റ് മേടിച്ചൊന്നുമില്ല, ചുമ്മാ നോക്കിയിട്ട് വന്നു. ഓണത്തോടനുബന്ധിച്ച് പായസത്തിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അടിപൊളി കുറേ തരം പായസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കൗണ്ടർ വരുന്നത്, ഫുഡ് കോർട്ടിൻ്റെ അവിടെ നിന്നായിട്ട്. ഈ ഒരു ക്രീം ബണ്ണിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചൊരു സംഭവമാണ് ഈ ക്രീം ബണ്ണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 അത് മേടിക്കും ചെയ്തു. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മേടിക്കേണ്ട ബിസ്ക്കറ്റാണ് ഡാർക്ക് ഫാൻറ്റസി സംഭവം. അപ്പോൾ പതിവ് തെറ്റിച്ചില്ല, അത് പറഞ്ഞാൽ എന്തായാലും എടുത്തു. ഇനി ഒരു സെറ്റ് സോപ്പ് എന്തായാലും എടുക്കാമെന്ന് കരുതി. ഹോസ്റ്റലിൽ അത്യാവശ്യമായിട്ട് സംഭവമാണ്. കാരണം എൻ്റെ ഒരു സോപ്പ് തന്നെ ഒരാഴ്ചയൊക്കെ നിൽക്കണുള്ളൂ. അതേ ഇരിക്കണം നമ്മുടെ ക്രിയാറ്റിൻ. അപ്പോൾ ക്രിയാറ്റിൻ തന്നെയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു പിടുത്തമില്ല. നമ്മുടെ റേറ്റ് നോക്കിയപ്പോൾ ഏകദേശം 2000 രൂപയാണ് വില. നമ്മളെന്തായാലും തിരിച്ച് അവിടെ തന്നെ വെച്ചു. കാരണം ഇപ്പോൾ മേടിക്കാനുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും നമ്മുടെ എത്തില്ല. അതായത് തൊട്ട് താഴത്തെ സെക്ഷനിൽ പ്രോട്ടീൻ പൗഡറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ ബില്ലടിക്കാനുള്ളൊരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഹൈപ്പറിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫാഷൻ സ്റ്റോറിലേക്ക് പോവാണ്. ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ നോക്കണം. ഫാഷൻ സ്റ്റോറിലും കുഴപ്പമില്ലാത്ത ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗിഫ്റ്റ് കാർഡ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കണക്റ്റിക്ക് വിട്ടു. അവിടെ എത്തിയിട്ട് നമ്മൾ ഐഫോണും കാര്യങ്ങളൊക്കെ നോക്കി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 14+ ആണ്. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് 15 Pro Max. നമ്മൾ 16 ഇറങ്ങിയപ്പോൾ 15 Pro Maxന് എന്തെങ്കിലും റേറ്റ് കുറവുണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ്. ഏകദേശം റേറ്റ് കുറവൊന്നും അങ്ങനെ ഇല്ല. നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അടിയിൽ കുറേ സീരിയൽ ആക്ടേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മളവിടെ നിന്ന് ഇറങ്ങാണ്. ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ബസ് ഉണ്ടോയെന്ന് അറിയില്ല. സോ ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട്. 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം.
പിന്നെ ലക്ഷ്യമില്ലാത്ത ട്രാഫിക് അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നാട്ടിൽ ലേറ്റ് ആയിട്ട് എങ്ങനെയാലും വീട്ടിലെത്തണം. അങ്ങനെ നമ്മൾ കാക്കനാട്ടിലുള്ള ബസ് കയറിയുണ്ട്. ഇവിടുന്ന് ഏകദേശം 15-20 മിനിറ്റ് ഉണ്ട്. സോ അങ്ങനെ റൂമിലെത്തി. അപ്പോൾ കുറച്ച് ലേറ്റായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ ഒരു പ്രശ്നം മാത്രമേ. കാരണം എനിക്ക് ഇവിടെ വണ്ടിയില്ല. അവിടെ ആരെങ്കിലും വണ്ടി ആവശ്യം ഉണ്ടെങ്കിൽ ട്രെയിനർമാരെ വണ്ടി എടുത്ത് കൊണ്ടിരിക്കും. പക്ഷെ അതൊരു 10 മിനിറ്റ് മുന്നേ കൊടുക്കും വേണം. ഞാൻ ഒരു വട്ടമൊക്കെ എടുത്തിട്ട് പോയിട്ടുള്ളൂ, പിന്നെ എടുത്തിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ വണ്ടി നോക്കണം, അങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.